പ്രസിഡന്റ് ലോൺ ആപ്പ് തട്ടിപ്പ് കേസിൽ മുഖ്യ ആസൂത്രകൻ മുസ്തഫ കമാലിന്റെ ബന്ധു പീർ മുഹമ്മദിനെ കേന്ദ്രീകരിച്ചു മീഡിയ അന്വേഷണം നടക്കും. മുസ്തഫ കമൽ വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ചെന്നൈയിൽ എത്താറുള്ളതെന്നാണ് വിവരം. കേസിൽ പ്രതികളെ 3 ദിവസം ED കസ്റ്റഡിയിൽ വിട്ട് കോടതി ഉത്തരവായിട്ടുണ്ട്. രാഗിൻ വിവരങ്ങളുമായിട്ട്. രാഗിൻ, എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റ് ആയിരുന്നു. ലോൺ ആപ്പിൽ കുടുങ്ങാത്ത ആളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്ന അവസ്ഥയിൽ അത്രയേറെ വാർത്തകളാണ് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരുന്നത്. എന്തായാലും ഈ ഒരു പിടിമുറുക്കൽ ഈ ഒരു തട്ടിപ്പിന് കുറച്ചെങ്കിലും ഒരു കുറവ് വരുത്തുമെന്ന് പ്രതീക്ഷിക്കാം. എങ്ങനെയാണ് അന്വേഷണം പോകുന്നത്? തീർച്ചയായും ഈ ലോൺ ആപ്പ് തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായിട്ടുള്ള ഡാനിയൽ സെൽവകുമാർ, കതിര രവി, ആന്റോ പോൾ പ്രകാശ്, അലൻ സാമുവൽ എന്നിവരുടെ കസ്റ്റഡി അവസാനിച്ച ഘട്ടത്തിലാണ് ഇന്ന് കോടതിയിൽ ഹാജരാക്കിയത്. അപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞു ഇവരെ 3 ദിവസം കൂടി കസ്റ്റഡിയിൽ വേണം, കാരണം ഒട്ടനവധി കാര്യങ്ങൾ ഇനിയും ശേഖരിക്കാനുണ്ടെന്ന് പറഞ്ഞു. തുടർന്ന് 3 ദിവസം കൂടി കസ്റ്റഡി അനുവദിച്ചിട്ടുണ്ട്. 6-ാം തീയതി തിരിച്ച് കോടതിയിൽ ഹാജരാക്കണം. അതോടൊപ്പം തന്നെ ഇതിലെ മുഖ്യ സൂത്രധാരൻ എന്ന് പറയുന്നത് സിംഗപ്പൂർ പൗരനായിട്ടുള്ള മുസ്തഫ കമാലാണ്. ഈ മുസ്തഫ കമാലിന്റെ വെയർഅബൌട്ട്സ്, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കണമെന്ന് ED വ്യക്തമാക്കി. ഈ പ്രതികൾ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല. ഇതോടൊപ്പം മുസ്തഫയുടെ ബന്ധുവായിട്ടുള്ള പീർ മുഹമ്മദ്, ഇയാളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും ശേഖരിക്കാനുണ്ട് എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ ആണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് വിവിധ അക്കൗണ്ടുകളിൽ. അതുൾപ്പെടെ വിശദമായി തന്നെ പരിശോധിക്കണമെന്ന് ED കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 3 ദിവസം കസ്റ്റഡി. നേരത്തെ ദിവിഷ് സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ വ്യാപകമായ രീതിയിലുള്ള തട്ടിപ്പാണ് ഇവർ നടത്തിയത്. പലരുടെയും ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് ചൂഷണം ചെയ്തുകൊണ്ട് ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെയാണ് ഇവർ ചെയ്തത്. അങ്ങനെയാണ് ഇത്തരത്തിൽ കോടികൾ തട്ടിച്ചത്. ഇത് എങ്ങോട്ടൊക്കെ പോയി, പ്രൊസീഡ്സ് ഓഫ് ക്രൈം എവിടേക്കാണ് ചെന്ന് എത്തിയത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തും. ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തായാലും കൂടുതൽ അറസ്റ്റ് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തീർച്ചയാണ്.